ക്വാളിറ്റിയാണ് ചേട്ടനുള്ളത്? ഈ പഠിപ്പില്ലാതെ തെണ്ടി തിരിഞ്ഞുള്ള നടപ്പോ, അല്ലെങ്കിൽ വായനോട്ടം പറഞ്ഞുള്ള ബിൽഡപ്പോ? അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണ്. എന്റെ ദിബേശേട്ടാ, എവിടെ പോയിട്ട് വരുന്ന? എന്റെ ജോലി കഴിഞ്ഞാരത്താണ്. ആണല്ലേ? വീട്ടില് താറാമുട്ടുണ്ടാവും കൊടുക്കാൻ? അതൊക്കെ അച്ഛനാ ഡീലിങ്, ചോദിച്ചു നോക്ക്, ഉണ്ടാവും. ആണല്ലേ? അല്ലു പോലെ ഒരു മിനിറ്റ് പോലെ. അല്ല, ഇപ്പൊ അമ്മ തിരുവാതിരക്കളി പ്രാക്ടീസ് ഒക്കെ ഉണ്ടോ? ആ അമ്മയോട് ചോദിക്കു ചേട്ടാ. ഞാൻ വീട്ടിലുള്ളപ്പോ ഒക്കെ അമ്മ കുടുംബശ്രീയുടെ ഒരു തിരക്കും പറഞ്ഞ ഓട്ടത്തിലാ. അല്ലു ഒരു മിനിറ്റ്. അതായത് എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണ്. താൻ എന്നും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോണത് ഞാൻ ദൂരം മാറി നോക്കാറുണ്ട്. ഇതിങ്ങനെ മനസ്സിലടക്കി വെച്ചിട്ടേ മനസ്സിൽ വെക്കാൻ പറ്റാത്തൊരവസ്ഥയായി. എൻ്റെ തലയ്ക്കൊക്കെ ആകെ പ്രാന്ത് പിടിച്ച കാരണോണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ. ചേട്ടാ, പറയുന്നുണ്ടൊന്നും തോന്നരുത്. എന്നെ പ്രേമിക്കാൻ മാത്രം എന്ത് ക്വാളിറ്റിയാണ് ചേട്ടനുള്ളത്? ഈ പഠിപ്പില്ലാതെ തെണ്ടി തിരിഞ്ഞുള്ള നടപ്പോ, അല്ലെങ്കിൽ വായനോട്ടം പറഞ്ഞുള്ള ബിൽഡപ്പോ? ഹലോ, ഇങ്ങനൊന്നും വിളിച്ചിട്ടും എന്റെ പിറകെ നടന്നിട്ട് ഒരു കാര്യമില്ല. എനിക്ക് നിങ്ങളോട് യാതൊരുവിധ താല്പര്യമില്ല. എടി, നീ അറിഞ്ഞ ആ പടിഞ്ഞാക്കര ദീപേഷില്ലേ, അവൻ 5 കോടി ലോട്ടറി അടിച്ചെന്ന്. 5 കോടി? ദീപേശേട്ടാ, എന്നോട് ദേഷ്യമാണോ? ഏയ്, അർഹിക്കാത്തത് ആഗ്രഹിക്കാൻ പാടില്ലെന്നല്ലേ? ആര് പറഞ്ഞു? ദീപേശേട്ടൻ നൈസല്ലേ? എനിക്ക് പഠിപ്പില്ലല്ലോ. പ്രാപ്തി ഉണ്ടല്ലോ, പഠിപ്പിലൊക്കെ എന്തിരിക്കുന്നു? ആണോ? അതെ. ഇപ്പൊ എന്താണ് ഒരു മനംമാറ്റം? ഞാൻ നല്ല ചേട്ടനെ പറ്റി കുറെ ആലോചിച്ചു. ഓർത്തപ്പോ എന്തോ ഒരു സങ്കടം. എന്ത് സങ്കടം? റിജക്ട് ചെയ്തതിന്റെ ആയിരിക്കാം. ആണല്ലേ? ദീപേശേട്ടാ, ഈ ലോട്ടറി ഒക്കെ അടിച്ചിട്ട് എങ്ങനെയാ അത്ര സിമ്പിൾ ആയിട്ട് നടക്കാൻ പറ്റണേ? അപ്പൊ സംഭവം അറിഞ്ഞു അല്ലേ? അത് ഞാൻ അങ്ങനെ ടെൻഷനിലൊക്കെ പറയണ കേട്ടു. അതെന്തായാലും നന്നായി ചേട്ടാ. ഇഷ്ടം ഞാൻ സ്വീകരിച്ചു എന്ന് അറിയുമ്പോ ഈ ലോട്ടറിയുടെ സന്തോഷം അതിനൊരു അരട്ടിമധുരായിക്കോട്ടെ. എന്തായിട്ടാ? വേറൊന്നും വിചാരിക്കണ്ട. നീ ഇത് എപ്പോഴാണ് ലോട്ടറി ആയിട്ട് കണക്ട് ചെയ്യാൻ പോകാൻ നോക്കിയിരിക്കുന്നത്? നേരത്തെ ഞാൻ അർഹിക്കാത്ത ആഗ്രഹിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അത് എന്നോടല്ല, എന്നോട് തന്നെ പറഞ്ഞു. നീ ഇന്നലെ എന്നെ കുത്തിയ വാക്കുകൾ കയറും. സമയം എപ്പോഴും ഒരുപോലെ ആവില്ലല്ലോ. ഓട്ടെ, കാണാം.